എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവ മാതാവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകൾ ദൈവമാതാവിനെ സംബന്ധിച്ച് കേരളത്തിൽ ഞാൻ പറഞ്ഞ സാധാരണക്കാരുടെ ഇടയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ തീർത്തും തികച്ചും ഉപരിപ്ലവമായ ചർച്ചകളാണ്, ഉപരിതലത്തിൽ നടന്ന ചർച്ചകളാണ്. ഉപരിതലത്തിൽ നടന്ന ചർച്ചകൾ എന്ന് പറയുമ്പോൾ കാനാവിൽ വെള്ളം വീഞ്ഞാക്കി, അപ്പോൾ അവിടെ അമ്മ പറഞ്ഞതുകൊണ്ട് വീഞ്ഞാക്കി, അപ്പോൾ മറ്റുള്ളവർ പറയും അതുകൊണ്ടല്ല. അത്തരത്തിലുള്ള കുറെ ചർച്ചകളാണ്. പിന്നെ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു. പിന്നെ അമ്മയും സഹോദരന്മാരും ചെന്നപ്പോൾ ഇവരൊന്നും അല്ല എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ സഭ ദൈവമാതാവിനെ കാണുന്നത് അങ്ങനെയൊന്നും അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്ന ധ്യാന പ്രസംഗങ്ങൾ നടത്തുമ്പോഴെല്ലാം പറയുന്നത് കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അമ്മ മാധ്യസ്ഥം വഹിച്ചു. അതൊക്കെ ശരിയാണ്, പക്ഷേ അതെല്ലാം തൊലിപ്പുറമെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ സഭ അതിൻ്റെ വിശ്വാസത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ ദൈവശാസ്ത്രപരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. ദൈവമാതാവിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം, ദൈവമാതാവിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. AD 428 അന്ത്യോക്യയിലെ ഒരു സന്യാസാശ്രമത്തിന്റെ അധിപനായിരുന്ന നെസ്തോറിയനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായി വാഴിക്കുന്നതോടുകൂടിയാണ് ഈ വിഷയങ്ങൾ ഉടലെടുക്കുന്നത്. അന്ത്യോക്യയിൽ നിന്നാണ് നെസ്തോറിയസ് പോകുന്നത്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായി. അത് AD 428 അതിനുശേഷം അദ്ദേഹം അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വളരെ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ തുടങ്ങി. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിൽ ആന്ത്രോപാറ്റോക്കോസ് എന്ന് വിശേഷിപ്പിച്ചു. ആന്ത്രോപോറ്റോക്കോസ് എന്ന് പറഞ്ഞാൽ ഈ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം. ആന്ത്രോപോറ്റോക്കോസ്, നിങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ആന്ത്രോ എന്ന് കേൾക്കുമ്പോൾ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. തിയോ എന്ന് പറയുമ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂമ എന്ന് കേൾക്കുമ്പോൾ അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ആന്ത്രോപാറ്റോക്കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യമാതാവ്, മനുഷ്യന്റെ അമ്മ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് വളരെ വ്യാപകമായി ആഗമന സഭയിൽ പരിശുദ്ധ ദൈവമാതാവിനെ തിയോട്ടോക്കോസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. വലിയൊരു തെറ്റിദ്ധാരണ മാറാനാണ് ഞാനിത് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയും AD 431 എഫേസോസ് കൗൺസിലിൽ തിയോട്ടോക്കോസ് എന്ന ഇത് ഉറപ്പിച്ചു. ഇപ്പൊ തിയോട്ടോക്കോസ് എന്നത് AD 431 എഫേസോസ് കൗൺസിലിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ കോയിൻ ചെയ്യപ്പെട്ട ഒരു ടേം അല്ല. AD 431 എഫേസോസ് കൗൺസിലിൽ ഉണ്ടായ ഒരു പദപ്രയോഗമോ വിശേഷണമോ അല്ല തിയോട്ടോക്കോസ്. മറിച്ച് സഭയിൽ ആകമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിയോട്ടോക്കോസ് എന്ന സംജ്ഞയ്ക്കെതിരായി
AD 428 നെസ്തോർ കോൺസ്റ്റാന്റിനോപ്പിളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗത്തിൽ അവിടെയുള്ള ആളുകൾ അസംതൃപ്തരായി. പിന്നീട് തിയോട്ടോക്കോസ് എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന വലിയ ഗ്രൂപ്പുമായി നെസ്തോർ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒരു ഒത്തുതീർപ്പ് ഫോർമുല അദ്ദേഹം മുൻപോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ നെസ്തോർ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുലയിലാണ് അദ്ദേഹം ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് അംഗീകരിച്ചത്. അതായത് ഇദ്ദേഹം ആന്ത്രോപോറ്റോക്കോസ് എന്ന് പറയുന്നു, ഇപ്പറയുള്ളവർ തിയോട്ടോക്കോസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ കച്ചവടത്തിന് വരുമ്പോൾ പറയില്ല നടുക്ക് വെച്ച് മുറിക്കാവുന്ന, അങ്ങനെ നടുക്ക് വെച്ച് മുറിക്കാനാണ് ഈ ആന്ത്രോപോറ്റോക്കോസിനും തിയോട്ടോക്കോസിനും ഇടയ്ക്കുള്ള ക്രിസ്റ്റോട്ടോക്കോസ് ഇദ്ദേഹം പറയുകയാണ് ഒരു നിർദ്ദേശമായിട്ട്. അപ്പൊ ഈ ക്രിസ്റ്റോട്ടോക്കോസ് അംഗീകരിക്കാൻ പറ്റത്തില്ല, തിയോട്ടോക്കോസ് തന്നെയാണ് മറിയം എന്ന് അന്ന് അലക്സാണ്ട്രിയയിലെ കുറിലോസ് എഴുതുകയാണ്. പിന്നീട് ഈ നെസ്തോർ തന്റെ വിശ്വാസം കത്തുകളിലൂടെ മരുഭൂമികളിലും ആശ്രമങ്ങളിലും ഗുഹകളിലുമെല്ലാം ഇരിക്കുന്ന സന്യസ്തർക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ ആധ്യാത്മിക പിന്തുണ തന്റെ ഉപദേശത്തെ പ്രചരിപ്പിക്കുവാൻ തനിക്ക് ആവശ്യമാണെന്ന് കണ്ട് ഇങ്ങനെ അയക്കാൻ തുടങ്ങി. താൻ റോമിലേക്ക് കത്തയച്ചു. എല്ലാ ക്രിസ്തീയ കേന്ദ്രങ്ങളിലേക്കും നെസ്തോർ തന്റെ ഉപദേശത്തെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഈജിപ്തിലെ താപസന്മാരുടെ അടുത്ത് തന്റെ കത്തുകൾ എത്തി. ഈജിപ്തിലെ താപസന്മാർക്ക് ഈ കത്തുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അലക്സാണ്ട്രിയയിലെ കൂറിലോസ് അഥവാ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ മനസ്സിലാക്കി താൻ പ്രതികരിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് നെസ്തോറിയസിന്റെ കത്തുകൾക്കെതിരായി കൂറിലോസ് കത്തുകൾ അയക്കാൻ തുടങ്ങിയത്. അത് വേദവിപരീതമാണ് എന്ന് തെളിയിച്ചുകൊണ്ട്. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കത്ത് കൂറിലോസ് നെസ്തോറിയസിന്റെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് റോമിലേക്ക് അയച്ചു. അന്ന് പിൽക്കാലത്ത് മാർപ്പാപ്പയായ ലിയോ മാർപ്പാപ്പ എന്ന് പറയുന്ന അറിയപ്പെട്ട അദ്ദേഹം എന്നൊക്കെ അവിടെ ഷെമ്മാശനായിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഈ കത്ത് റോമിൽ ചെന്നതിന് ശേഷം റോം ആ കത്തിനെ പഠിച്ചതിന് ശേഷം നെസ്തോറിയസിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ റോമിന്റെ പൂർണ്ണ അധികാരവും ഈ വിഷയത്തിൽ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് കൊടുത്തുകൊണ്ട് റോം കത്തയക്കുന്നുണ്ട്. അങ്ങനെ റോമിന്റെയും അലക്സാണ്ട്രിയയുടെയും അധികാരത്തോടുകൂടെയാണ് നെസ്തോറിയൻ വേദവിപരീതത്തിനെതിരായി സിറിൽ ഓഫ് അലക്സാണ്ട്രിയ നീങ്ങുന്നത്. ഈ നീക്കത്തിൽ അന്ത്യോക്യൻ വിഭാഗം സംശയകരമായി മൗനം അവലംബിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അതിന്റെ കാരണം നെസ്തോർ അന്ത്യോക്യയിൽ നിന്ന് പോയ ആളാണെന്ന് മാത്രമല്ല, അന്ത്യോക്യയിലെ പാത്രിയർക്കീസിന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്റെ സുഹൃത്തിനെതിരായിട്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് വൈമുഖ്യമുണ്ടായിരുന്നു. അവസാനം വരെ നെസ്തോറിയസിനെ പുറത്താക്കാതെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നെസ്തോറിയസിന്റെ പിടിവാശിക്ക് ശേഷം AD 431 പെന്തക്കോസ്തിയുടെ അന്നാണ് എഫേസോസ് കൗൺസിൽ തുടങ്ങുന്നത്. എഫേസസിൽ താമസിച്ചുകൊണ്ട് തന്നെ കൗൺസിലിൽ പങ്കെടുക്കാതെയൊക്കെ അവർ ഇരുന്നു. അവർ ലിറ്റിൽ കൗൺസിൽ എന്ന് പറഞ്ഞ് മറ്റു കൗൺസിൽ കൂടുകയും നെസ്തോറിയസിനെ ഒഴിവാക്കാതെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ വർഷം ജൂലൈ 31 എഫേസോസ് കൗൺസിൽ പര്യവസാനിക്കുമ്പോൾ അന്ത്യോക്യൻ സഭയും ആ തീരുമാനങ്ങളെ അംഗീകരിക്കുകയായിരുന്നു. മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്നുള്ള ആ പ്രഖ്യാപനത്തെ അന്ത്യോക്യൻ സഭയും അംഗീകരിച്ചു. അതിനുശേഷം സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഒരു കത്തൊക്കെ അയക്കുന്നുണ്ട്. സ്വർഗം ഇപ്പോൾ സന്തോഷിക്കുന്നു, സഭകൾ ഇതാ യോജിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കത്തൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്
ഈ നെസ്തോർ കൊണ്ടുവന്ന ഈ വേദവിപരീതം അതിന് ഒരു വ്യക്തത വരുത്തുവാനാണ് എഫേസോസിൽ കൗൺസിൽ കൂടിയിട്ട് മറിയം തിയോട്ടോക്കോസ് ആണ് എന്ന് പ്രഖ്യാപിച്ചു. അല്ലാതെ ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നത് പോലെ എഫേസോസ് കൗൺസിലിൽ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല. അന്ന് ജനങ്ങളുടെ ഇടയിൽ പൊതുവായി സഭയിൽ ആകമാനവും വിശ്വസിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ഒക്കെ ചെയ്ത വിശ്വാസ സത്യമാണ് മറിയം തിയോട്ടോക്കോസ് എന്നുള്ളത്. ആ തിയോട്ടോക്കോസ് എന്ന മഹാഭാഗ്യവതി നിത്യകന്യകയും പരിശുദ്ധയും ദൈവമാതാവുമായ കന്യകാ മറിയത്തിന്റെ സ്ഥാനത്തെ ആന്ത്രോപോറ്റോക്കോസ് എന്ന് താഴ്ത്തി പ്രസംഗിക്കുവാനും എഴുതുവാനും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് തുനിഞ്ഞപ്പോൾ ആ വേദവിപരീതത്തിന്റെ അലയൊലികൾ തന്റെ അധികാര സീമകളെ അധിലംഘിച്ച് തന്റെ അധികാരപരിധിയിലുള്ള സന്യാസാശ്രമങ്ങളിൽ അത്തരത്തിലുള്ള കത്തുകൾ എത്തിപ്പെട്ടപ്പോൾ അതിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ് അലക്സാണ്ട്രിയയിലെ സിറിലിന്റെ പക്കത്തിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ സംബന്ധിക്കുന്ന തർക്കമാണ് അവിടെ നടന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിക്ക് കത്തയച്ചു, ഈ വിഷയത്തിൽ ഒരു സംശയ നിവാരണം വരുത്തുവാൻ ഒരാകമാന സുന്നകദോസ് വിളിക്കണം. അവിടെയാണ് നെസ്തോറിയന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയത്. നെസ്തോറിയൻ ചിന്തിച്ചത് ഒരു പ്രാദേശിക കൗൺസിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടുമെന്നും ആ കൗൺസിൽ തിയോളജിയൻസിന്റെ മാത്രമായ ഒരു കൗൺസിൽ, തിയോളജിക്കൽ കൗൺസിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടുമെന്നും തനിക്ക് അതിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടുമെന്നും അവിടെ തനിക്ക് അവരെ കൺവിൻസ് ചെയ്യിച്ച് ഈ ഉപദേശം ഉറപ്പിക്കാൻ പറ്റും എന്നും കരുതിയാണ് നെസ്തോർ കരുക്കൾ നീക്കിയത്. എന്നാൽ തന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചുകൊണ്ട് സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ ആ ആവശ്യത്തെ ചക്രവർത്തി അംഗീകരിക്കുകയും ആകമാന സുന്നോദോസിന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എഫേസോസിലെ ആകമാന സുന്നോദോസ് ഉണ്ടാകുന്നത്. നെസ്തോറിന്റെ കണക്കൂട്ടൽ രണ്ട് രീതി തെറ്റി. ഒന്ന്, അത് ദൈവശാസ്ത്രജ്ഞന്മാരുടേതായ ഒരു കൗൺസിൽ അല്ല. രണ്ട്, അത് കോൺസ്റ്റാന്റിനോപ്പിളിലല്ല കൂടിയത്. ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടലെ തകിടം മറിച്ചുകൊണ്ട് അത് എഫേസോസിൽ കൂടി, അത് ആകമാന കൗൺസിലായിരുന്നു. അന്ന് മുഴുവൻ ബിഷപ്പുമാരും കൂടിയ ആ ആകമാന കൗൺസിലിൽ നെസ്തോറിനെ അനത്തമൈസ് ചെയ്തു, അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി മുടക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകളെ വേദവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ സഭ ശപിച്ചു തള്ളിയ വേദവിപരീതമാണ് നെസ്തോറിനിസം. അവിടെയാണ് തിയോട്ടോക്കോസ് എന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഉദാഹരണത്തിന് നിക്കിയ സുന്നകദോസിൽ ട്രിനിറ്റി ഉറപ്പിക്കപ്പെട്ടു, തൃത്വ വിശ്വാസത്തെ ഉറപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിക്കിയ സുന്നകദോസിൽ കണ്ടുപിടിച്ച ഒരു വിശ്വാസമല്ല. ആദ്യം മുതലുള്ളതും കർത്താവിനാൽ നൽകപ്പെട്ടതും അപ്പോസ്തലന്മാരാൽ പരിരക്ഷിക്കപ്പെട്ടതും അപ്പോസ്തോലിക പിതാക്കന്മാരാൽ സംരക്ഷിക്കപ്പെട്ടതും സഭാപിതാക്കന്മാരാൽ പരിലാളിക്കപ്പെട്ടതും സഭാമക്കളിലേക്ക് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ സത്യവിശ്വാസമാണ് തൃത്വവിശ്വാസം. ആ തൃത്വവിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ കൂടുതൽ ശക്തമായപ്പോൾ നിക്കിയായിൽ കൗൺസിൽ കൂടി ആ വിശ്വാസത്തെ ഉറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ നിക്കിയായിൽ ഒരിക്കലും ഒരു പുതിയ വിശ്വാസത്തെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ചില ആളുകൾ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ, നിക്കിയായിൽ വെച്ചുണ്ടായതാണ് തൃത്വവിശ്വാസം. നോ, നിക്കിയായിൽ സത്യവിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. ആദ്യം മുതലുള്ളതും നമ്മുടെ കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ വിശ്വസിച്ചതും അവർക്ക് നൽകപ്പെട്ടതും അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് ബലമേൽപ്പിക്കപ്പെട്ടതും അപ്പോസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ ആ സത്യവിശ്വാസം ഏതാണോ ആ സത്യവിശ്വാസമാണ് ഇത് എന്ന് പ്രഖ്യാപിക്കുവാനാണ് നിക്കിയായിൽ സുന്നോദോസ് കൂടിയത്. അതാണ് നിക്കിയ സുന്നോദോസിന്റെ പ്രസക്തി. അതുപോലെ തന്നെയാണ് തിയോട്ടോക്കോസ് എന്ന ആദ്യം മുതലുള്ള വിശ്വാസത്തെ, ഇത് ഞാൻ ഊന്നി പറയുന്നതിന്റെ കാരണം അതാണ്. ഇത് ആദ്യം മുതലുള്ള വിശ്വാസമാണ് മറിയം തിയോട്ടോക്കോസ് ആണ് എന്നുള്ളത്. ആ മറിയം തിയോട്ടോക്കോസ് ആണ് എന്നുള്ള ആദ്യം മുതലുള്ള വിശ്വാസത്തിനെതിരെ നെസ്തോർ ഭീഷണി ഉയർത്തിയപ്പോഴാണ് എഫേസോസ് കൗൺസിലിന്റെ ആവശ്യം വന്നത്. അല്ലാതെ ഇനി നമ്മൾ സമയമുണ്ടല്ലോ, ഇനി നമുക്ക് കന്യക മറിയാത്തിനെ നമുക്കൊരു തിയോട്ടോക്കോസ് ആക്കിയേക്കാം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ഒരു കൗൺസിലൊന്നും അല്ല എഫേസോസ് കൗൺസിൽ. മറിച്ച് എഫേസോസ് കൗൺസിൽ കൂടിയത് ആ തിയോട്ടോക്കോസ് എന്ന സത്യവിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കാലഘട്ടത്തിന്റെ
ആവശ്യമായിരുന്നു ആ കൗൺസിൽ. അങ്ങനെയാണ് എഫേസോസ് കൗൺസിൽ ഉണ്ടായത്. അതാണ് അതിൻ്റെ ചരിത്രം. എഫേസോസ് കൗൺസിലിൽ കൂറിലോസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് ചില വരികൾ ഞാൻ വായിക്കാം. ദൈവമാതാവായ മറിയാമേ, മഹത്വമുള്ളവളെ, ലോകത്തിന്റെ ശ്രീഭണ്ഡാരമേ, ഒരിക്കലും കെടാത്ത ദീപമേ, കന്യാവ്രതത്തിന്റെ കിരീടമേ, സത്യവിശ്വാസത്തിന്റെ സ്തംഭമേ, നശിപ്പിക്കാവതല്ലാത്ത ദൈവാലയമേ, അപരിമേയന്റെ വാസസ്ഥാനമേ, സന്തോഷിക്കുക. അമ്മേ കന്യകയെ, നിന്നോടുകൂടെ മലാഖമാർ സന്തോഷിക്കുന്നു. നിന്റെ കരുണയാൽ പിശാചുക്കൾ ആട്ടിപ്പായിക്കപ്പെടുന്നു. വീണുപോയ സൃഷ്ടികൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ദീർഘമായ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട് എഫേസോസ് കൗൺസിലിൽ അദ്ദേഹം നടത്തിയത്. അതേപോലെ തന്നെ അദ്ദേഹം നെസ്തോറിന് എഴുതിയ കത്തുകളുണ്ട്, അതുപോലെ സന്യാസിമാർക്ക് എഴുതിയ കത്തുകളുണ്ട്, റോമിലേക്ക് അയച്ച കത്തുണ്ട്. ഈ കത്തുകളിൽ നിന്നും ഈ പ്രസംഗങ്ങളിൽ നിന്നും ആദിമ നൂറ്റാണ്ട് മുതൽ സഭയിൽ എത്രമാത്രം പ്രാധാന്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യം മുതൽ സഭ എങ്ങനെയാണ് പരിശുദ്ധ കന്യകയെ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ ഒരുമിക്കുകയും ആ ക്രിസ്തുവിനെ, ആ ദൈവപുത്രനെ അവൾ പ്രസവിക്കുകയും ചെയ്തതോടുകൂടെ മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുകയാണ്. അപ്പൊ വചനം ജഡമായി തീർന്നു എന്നതിൻ്റെ ആദ്യത്തെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ആദ്യത്തെ ഗുണഭോക്താവായി മറിയമാണ് മാറിയത്. ഇന്നലെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്ന ആ രണ്ട് ലൈൻ, ഒന്ന് മുകളിലെ ക്രെയിനിൽ നിന്ന് ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളുടെ ശരീരത്തിലേക്കുള്ള ലൈനും, രണ്ട് ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളിൽ നിന്ന് റെസ്ക്യൂ ചെയ്യപ്പെടുന്ന ആളിലേക്കുള്ള ലൈനും. ഈ രണ്ട് ലൈനുമുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് രണ്ടും വിട്ടുവിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഉപദേശമാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇത് രണ്ടും, ഈ ദൈവത്വവും ഈ മനുഷ്യത്വവും ഒരുപോലെ അവനിൽ സമ്മേളിച്ചിരുന്നു. അങ്ങനെ സമ്മേളിച്ച ആ ദൈവപുത്രനെ പരിശുദ്ധ അമ്മ പ്രസവിച്ചു. ഇനി നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് ദൈവത്തോട് കണക്റ്റഡ് ആകുന്നത്? എങ്ങനെയാണ് നമ്മുടെ സാൽവേഷൻ അഷ്വേർഡ് ആകുന്നത്? നമ്മുടെ സാൽവേഷൻ അഷ്വേർഡ് ആകുന്നത് ബിക്കോസ് ഓഫ് മേരി, പരിശുദ്ധ അമ്മ മൂലമാണ്. ഇനി നിങ്ങളിൽ സാമാന്യ ബുദ്ധിയുള്ളവരും സാമാന്യ യുക്തിയുള്ളവരും ചിന്തിക്കുക, മനുഷ്യവർഗവുമായി ഈ ദൈവപുത്രൻ കണക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? മനുഷ്യവർഗവുമായി കണക്ട് ചെയ്യപ്പെടുന്നത്, മനുഷ്യവർഗവുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടോ, ദൈവ മനുഷ്യനായി. ക്രിസ്തുമസ്, ദി ജോയ് ഓഫ് ക്രിസ്തുമസ്, ദ മെസ്സേജ് ഓഫ് ക്രിസ്തുമസ്, ക്രിസ്തുമസിന്റെ സന്ദേശം. ഞാനിത് വീണ്ടും അവിടെ നിന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ ടൈം എടുക്കുന്നത്, ഇത് അനേക ആളുകൾക്ക് മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്. അഥവാ പൗലുസ്ലിഹ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ മേൽ ഒരു തിരശീല വീണ് കിടക്കുന്നു, ഒരു മൂടുപടം വീണ് കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഭാഗത്ത് നമുക്ക് പലപ്പോഴും ഒരു മൂടുപടം വീണ് കിടപ്പുണ്ട്. നിങ്ങൾ അല്പസമയം അവിടെ ഒന്ന് ധ്യാനിക്കണം. അല്പസമയം നിങ്ങളൊന്ന് ധ്യാനിക്കണം. അതായത് ദൈവം സ്വർഗത്തിൽ നിന്ന്, ദൈവം ഇരിക്കുന്നു, നമ്മൾ മനുഷ്യവർഗം താഴെ കിടക്കുന്നു. നിങ്ങളിത് മനസ്സിൽ കാണുക. ദൈവം മനുഷ്യനാകുന്നു, ദൈവം മനുഷ്യനാകുന്നു, ദൈവം പല രീതിയിൽ മനുഷ്യനാകുന്ന ഉപദേശം നമ്മൾ ഇന്നലെ കേട്ടു. അപ്പൊ നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ചുള്ള മനുഷ്യാവതാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഭേദം കൂടാതെ, വിതൗട്ട് കൺഫ്യൂഷൻ, വിതൗട്ട് സെപ്പറേഷൻ, വിതൗട്ട് മിക്സർ, വിതൗട്ട് ചേഞ്ച്, ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സമ്മേളിച്ചു. പരിശുദ്ധ മറിയം ദൈവപുത്രനെ പ്രസവിച്ചു, ദൈവപുത്രന് ജന്മം നൽകി. ഇപ്പോൾ
ദൈവപുത്രൻ ആരായി? ദൈവപുത്രൻ ആരായി? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയിത്തീർന്നു. അവൻ നമ്മിൽ ഒരുവനായി തീർന്നു. അവൻ നമ്മുടെ സഹോദരനായി തീർന്നു. മനുഷ്യരിൽ ഒരുവനായി തീർന്നു. നമ്മുടെ ബന്ധുവായി തീർന്നു. മനുഷ്യവർഗത്തിന്റെ ബന്ധുവായി തീർന്നു ദൈവം. മനുഷ്യവർഗവുമായി ബന്ധുത്വമുണ്ടായി, ബാന്ധവമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ സെഷനുകളിൽ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഇൻകാർണേഷനിലാണ് നമ്മുടെ രക്ഷ. ഇൻകാർണേഷനിലാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ടാണ് ഇൻകാർണേഷന്റെ പ്രാധാന്യം. ഇപ്പോൾ ദൈവത്തിന്റെ പുത്രൻ, തൃത്വത്തിൽ രണ്ടാമൻ, മനുഷ്യകുലത്തിന്റെ ബന്ധുവായി തീർന്നു. ശരിയാണോ? ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിലൂടെ വരുന്ന ബന്ധുത്വമാകാം. എന്നാൽ തൃത്വത്തിൽ രണ്ടാമൻ കേവലം ബന്ധുവല്ല, അവൻ സ്വന്തമായി തീർന്നു, നമ്മിൽ ഒരുവനായി തീർന്നു. ഇപ്പോൾ അവൻ ബന്ധുവല്ല, അവൻ സ്വന്തമാണ്. He became one among us. എങ്ങനെ? In our likeness. നമ്മളെ പോലെ തന്നെ ആയി തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഹോളി മേരി. പരിശുദ്ധ മറിയത്തിലാണ് ഇത് സംഭവിച്ചത്. അപ്പം നമുക്ക് യേശു കർത്താവുമായിട്ടുള്ള റിലേഷൻ, ദൈവവുമായിട്ടുള്ള റിലേഷൻ, എന്ത് റിലേഷൻ? ഇവിടെയാണ് ഹെരസി വരുന്നത്. ഇവിടെയാണ് യേശു കർത്താവെന്ന് ഏറ്റുപറയുക. യേശു കർത്താവെന്ന് ഏറ്റുപറയുക. വയർലെസ് കണക്ഷനാണ് ഇപ്പം പെന്തക്കോസ്തുകാരൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു മീറ്റിങ്ങിൽ പോയി നിൽക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് യേശു കർത്താവ്, യേശു കർത്താവ്, ദൈവം യേശുവിനെ ഉയർപ്പിച്ചു, ദൈവം യേശുവിനെ ഉയർപ്പിച്ചു, നീ രക്ഷിക്കപ്പെട്ടു, നിനക്ക് നീ ദൈവം ഇതിലായി തീർന്നിരിക്കുന്നു. ആയോ? എങ്ങനെ ദൈവം ഇതിലായ? യേശു കർത്താവ്, യേശു കർത്താവ്. ഓക്കെ, യു ക്യാൻ ഗോ, യു പാസ്റ്റ്. നീ ദൈവവേദലായെന്ന്. നമ്മൾ ദൈവവേദലായോ? നിങ്ങളായോ? മനുഷ്യവർഗവുമായി ദൈവത്തിന് നേരിട്ടൊരു ബന്ധമുണ്ട്. മനുഷ്യവർഗവുമായി ദൈവത്തിന് നേരിട്ടൊരു ബന്ധമുണ്ട്. മറിയാമിന്റെ മകനായ യേശു, ഇബ്നു മറിയം, മറിയാമിന്റെ മകനായ യേശു തൃത്വത്തിൽ വസിക്കുന്നു. മറിയാമിന്റെ മകനായ യേശു തൃത്വത്തിൽ വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, 9 ഗണം സൈന്യവൃന്ദങ്ങളുടെ
ആ ശ്രേണി വ്യവസ്ഥയുടെ അധികാര പടവുകളുടെ മുകളിൽ അത്യുച്ചകോടിയിൽ ആ സ്വർഗാദി സ്വർഗങ്ങളിൽ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിൽ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമെന്ന ആ തൃത്വത്തിലാണ് മറിയമിന്റെ മകനായ യേശു ഇരിക്കുന്നത്. അതാണ് മനുഷ്യവർഗത്തിന് ദൈവത്തോടുള്ള ബന്ധം. ഇങ്ങനെ നമുക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ട് എന്നറിയിക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. അതാണ് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവ ഓൺ ഇൻകാർണേഷൻ എന്ന തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. അതാണ് പാട്ടായിട്ട് നമ്മൾ പാടുന്നത്. നമ്മുടെ തീം സോങ് ആയിട്ട് നമ്മൾ എപ്പോഴും ആലപിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടും അതാണ്. അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. കണ്ടോ, നമ്മെ പോലെ അവനായി തീർന്നു. ഇപ്പോൾ ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധുത്വമുണ്ട്. അതാണ് പിരിയാബന്ധമാണിത്. എന്താണ് പിരിയാബന്ധം? ഒരു മീറ്റിംഗ് പോയി യേശു കർത്താവാന്ന് ഏറ്റു പറഞ്ഞാണോ പിരിയാബന്ധം? പിരിയാബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്നു. ഇപ്പോൾ രക്തബന്ധമാണുള്ളത്. ബന്ധമാണ്. മനുഷ്യവർഗം ഇങ്ങനെ മഹത്വീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നു. ഏറ്റവും ഭാഗ്യവതിയായ അമ്മ. ഏറ്റവും ഭാഗ്യവതിയായ അമ്മ. അതുകൊണ്ടാണ് മന്നാ നിക്ഷേപിത ചെപ്പും അഹറോൻ തൻ മുള പൂണ്ട ഒരാ വടിയും സാദൃശ്യങ്ങളാണ് പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ മുഴുവൻ നിബിയന്മാർ നിഴലായി പരിശുദ്ധ അമ്മയെ കണ്ടു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ സ്ലീഹന്മാർ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്. ഭൂസ്വർഗം പേറുന്നോനെ മറിയാമുതരെ കൈക്കൊണ്ട് കാലത്തികവിൽ ബേത്ലഹേം ഓപ്രത്തായി വെളിവാക്കി സർവേശ്വരനുടെ പെറ്റമ്മേ കരുണാകടലെ പരിശുദ്ധേ താഴാഴ്മയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ കൈവെടിയല്ലേ. നിന്നേകസുതൻ സന്നിധി അർപ്പിക്കണമീയടിയാരെ കൃപയും വാഴ്വും നൽകണമേ. പാദത്തിൻ പാപം പോക്കിയിട്ടേതനിലവനെ ഏറ്റിടാൻ കാതാത്മജവചനം നരന തീരാറൂഹ തിരഞ്ഞെടുത്ത നിർമ്മല കന്യകയെ സ്വസ്തി. രണ്ടാം ഹൗവാ
കൃപനിധിയാമമ്മേ സ്വസ്തി തൃക്കൺ പാർക്കണമീ ആടിയാരേ അവസന്നിധിയിൽ കണ്ണീരോടർത്ഥന ചെയ്യും മക്കളെ നീ കൈവെടിയല്ലേ മാതാവേ. മന്ന ഇട്ടുവെച്ച ആ പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, നിയമത്തിന്റെ കൽപ്പലകകൾ, ഇത് മൂന്നും അടക്കം ചെയ്യപ്പെട്ട ആ നിയമത്തിന്റെ പെട്ടകം, ആ നിയമപ്പെട്ടകം പരിശുദ്ധ അമ്മയെയാണ് കാണിക്കുന്നത്. ആ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ, തിരുസാന്നിധ്യത്തിന്റെ മുകളിൽ ഒരു മേഘം വന്നു നിന്നു, ഒരു അഭിഷേകത്തിന്റെ മേഘം. ഇപ്പൊ പെട്ടകം എവിടേക്ക് സഞ്ചരിക്കുന്നുവോ അവിടെ ആ അഭിഷേകത്തിന്റെ മേഘം സഞ്ചരിക്കുകയാണ്. ദൈവിക അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ ആളുകൾ ആനന്ദ തുലിതരായി തീരുകയാണ്. ആ അഭിഷേക സാന്നിധ്യമുള്ള പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് സ്വയം മറന്ന് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ സാക്ഷാൽ പെട്ടകമായിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് എലിശബയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. എലിശബയുടെ അടുക്കലേക്ക് പരിശുദ്ധ അമ്മയാകുന്ന സാക്ഷാൽ പെട്ടകം ചെന്നപ്പോൾ ആ പെട്ടകത്തിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ശലോമോന്റെ ദൈവാലയത്തിൽ ആ മേഘത്തിന്റെ സാന്നിധ്യത്തിൽ പുരോഹിതന്മാർ ആത്മമൂർച്ഛയിലേക്ക് വന്ന് അവർക്ക് ശുശ്രൂഷിക്കാൻ നിൽക്കാൻ പോലും കഴിയാതെ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നുവോ, അതുപോലെ പരിശുദ്ധ അമ്മയുടെ വന്ദനസ്വരത്തിങ്കൽ എലിശബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തെ രേഖപ്പെടുത്തിയിരിക്കുക. ഒരാളുടെ വന്ദനസ്വരത്തിൽ ശ്രോതാവ് പരിശുദ്ധാത്മ പൂരിതയായിത്തീരുന്നു. അങ്ങനെ ഒരാളാണ് പരിശുദ്ധ അമ്മ. കാരണം സാക്ഷാൽ നിയമപ്പെട്ടകമാണ്. ആ നിയമപ്പെട്ടകത്തോട് ചേർന്ന് ദൈവസാന്നിധ്യം സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പൊ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് നമ്മൾ വായിക്കുന്നു. കേൾക്കുന്നത്. മന്ന നിക്ഷേപിത ചെപ്പും അഹ്റോൻ തൻ മുളമൂട്ടോരാ മടിയും. മന്ന നിക്ഷേപിത ചെപ്പും അഹ്റോൻ തൻ കിളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും ശ്ലേമോൻ തൻ റൂമാലും
മാതാവേ, അസ്പഷ്ടമായി നിബിയന്മാരും സസ്പഷ്ടമായി സ്ലീഹന്മാരും നിന്നെ വെളിവാക്കുന്നു. അതാണ് നമ്മളവിടെ കേൾക്കുന്നത് ആ പാട്ടില്. കുറിയേലായിസു 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 മന്നാ നിക്ഷേപിത ചെപ്പും മുളപ്പൂണ്ടോരഹരോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമോൻ തൻ റൂമാലുമിവ നിൻ സാമ്യം ദൈവജനനി ദൃഷ്ടാന്തി നിബിയന്മാരും വെളിപ്പാടാൻ സ്ലീഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു നിന്നുടെ സുതനാം മശിഹായി സ്തുതി ചെയ്യും. ഈ പാട്ട് നിങ്ങൾ കേൾക്കുമ്പം ഇവിടെ നോക്ക്, ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമോൻ തൻ റൂമാലുമിവ. അപ്പൊ നിയമപ്പെട്ടകത്തോടൊപ്പം സ്ലേമോൻ തൻ റൂമാലും മാതാവേ നിന്നെ വെളിവാക്കും. ബാക്കി സാദൃശ്യങ്ങളൊക്കെ സാധാരണ ഈ പ്രസംഗങ്ങളിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സ്ലേമോൻ തൻ റൂമാലും മാതാവേ നിന്നെ വെളിവാക്കും. എന്താണ് ഈ സ്ലേമോൻ റൂമാൽ? സ്ലേമോന്റെ റൂമാല് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തില് സമാഗമന കൂടാരം പണിയുവാൻ മോശയ്ക്ക് നിർദ്ദേശം കിട്ടുമ്പോൾ പർവ്വതത്തിൽ സ്വർഗീയമായതിൻ്റെ മാതൃകകൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വർഗീയമായതിൻ്റെ മാതൃകകൾ നിങ്ങൾക്കറിയാവോ? സമാഗമന കൂടാരത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വിശുദ്ധ ബൈബിളിൽ എത്ര പേജുകളാണ് ചെലവാക്കിയെന്ന്? 50 അധ്യായങ്ങളാണ്. 50 ഹോൾ ചാപ്റ്റേഴ്സ്, 50 മുഴുവൻ അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിൽ സമാഗമന കൂടാരത്തെ വിവരിക്കുകയാണ്. കാരണം അത് സ്വർഗീയമായതിൻ്റെ നിഴലാണ്. സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലാണ് സമാഗമന കൂടാരത്തിൽ പണിത് വെച്ചത്. സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തത്തെ സമാഗമന കൂടാരത്തിൽ പണിതിട്ട് അപ്പൊ അവിടെ കാണുന്ന ഓരോന്നിനും അർത്ഥമുണ്ട്, ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അതുകൊണ്ട് ഈ യഹൂദ പശ്ചാത്തലത്തിലാണ് സുറിയാനി സഭ ഉണ്ടായി വന്നത്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ആരാധനാക്രമങ്ങളിൽ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അത് ഓരോന്നിനും അർത്ഥമുണ്ട്. ഇപ്പൊ ചില ആളുകൾ അതിന്റെ അർത്ഥം ഇതാണ്, ഇതിന്റെ അർത്ഥം അതിന് പിന്നെ ദൈവം പറഞ്ഞതാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒത്തിരി പേര് കളി പിന്നെ ധൂവക്കുറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാര് പറഞ്ഞു? ഇതാണ് റോമാലേഖനം 11 നമ്മൾ വായിക്കുന്നത്. കാട്ടൊലിവായിരുന്ന നിന്നെ എന്ന് പറഞ്ഞാൽ ഇടം കൈ വലം കൈ തിരിയാതെ വിവരം കെട്ട നിന്നെ പിടിച്ച് നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. എന്തിനാണ്? നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിത്തം ഉണ്ടാകുവാൻ. നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിൽ ഓർഡറുണ്ട്. നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിൽ ക്രമങ്ങളുണ്ട്, നിഴലുകളും പൊരുളുകളും സാദൃശ്യങ്ങളും. അപ്പൊ അവിടെ സിസ്റ്റമാറ്റിക് ആണ്, ക്രമീകൃതമായിട്ടാണ്. ആരാധന, യാമപ്രാർത്ഥനകളുണ്ട്. യഹൂദൻ തോന്നിയാസം പോയിട്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുകയല്ല. എപ്പോഴെങ്കിലും പോയി എന്നാ ഇനിയിപ്പോ കുറച്ചു നേരം ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് മുറിച്ച് കുറച്ച് അപ്പം ചുട്ടാടോ വെച്ച്, അങ്ങനെയല്ല. ഫ്രീ ആകുന്ന സമയത്ത് ഡ്രം എടുത്ത് കൊട്ടി ഡുങ്കുടു അതല്ല, ക്രമമുണ്ട്. അതുകൊണ്ട് ആ നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്തം കിട്ടിയ സഭയായി സുറിയാനി സഭ വന്നതുകൊണ്ടാണ് അതിന് ക്രമമുള്ളത്, ചിട്ടയുള്ളത്, അടുക്കുള്ളത്, അവിടെയുള്ള കാണുന്നതിനൊക്കെ അർത്ഥമുള്ളത്. അതുകൊണ്ട് അവിടെ മറുവകസ എന്ന് പറഞ്ഞാൽ എന്താണ്, ധൂവക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മെഴുതിരിക്കാൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്, അവിടെ ഓരോന്നും വെച്ചിരിക്കുന്നത് എന്തിനാണ്, കബലാന എന്താണ്, അവിടെ ശോശപ്പ എന്തിനാണ്, കാസ എന്തിനാണ്, പിലാസ എന്തിനാണ്, ഓരോന്നിനും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇത് സമാഗമന കൂടാരത്തിന്റെ സംവിധാനത്തിന്റെ
ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭയുടെ ആരാധനാ രീതികളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ആരാധന നിങ്ങൾ ഈ മദ്ബഹായിൽ കാണുന്നതും ശുശ്രൂഷ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ത്രീക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മറുവശ പശ്ചാത്തല വഴക്കൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. അത് മുസ്ലിങ്ങളുടെയൊക്കെ വല്ല സാധനം എടുത്താണ് വെക്കുന്നതെങ്കിൽ ഇപ്പൊ ആ പെണ്ണൊക്കെ അനിക്സ്പ്രേ ആയി പോവാന്. അപ്പം സുറിയാനിക്കാരുടെ സഹിഷ്ണുത കൊണ്ടല്ല, നട്ടലില്ലാഴിക കൊണ്ട് അവർ പിന്നെയും കുഴപ്പമില്ലാതെ പോകുന്നു. അതാണ് അതിന്റെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന നിങ്ങൾ ഈ സുറിയാനി സഭയുടേതായി മധുബഹായി കാണുന്ന ഇന്ന് ചില ആളുകളൊക്കെ കേരളത്തിൽ ഇരുന്ന് ആക്ഷേപിക്കുന്നുണ്ട്, 4 മീറ്റർ തുണി മേടിച്ചാൽ ഉപ്പാക്കി, ഇതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം പിതാക്കന്മാർക്ക് ദർശനത്തിൽ കിട്ടിയതാണ്. അല്ല ചുമ്മാ എന്നാ ഇനി നമുക്കൊരു ധൂവക്കുറ്റി അങ്ങ് ഉണ്ടാക്കി, അങ്ങനെയല്ല. ഇവിടെയുള്ള മറവഹസായ ഓരോ കാര്യങ്ങളും ഓരോ ക്രമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളിൽ ദർശനത്തിൽ പിതാക്കന്മാർക്ക് കിട്ടി. അങ്ങനെയാണ് ഈ ക്രമം ഉണ്ടായി വന്നിട്ടുള്ളത്. പർവ്വതത്തിന്റെ മുകളിലാണ് മോശയ്ക്ക് സമാഗമന കൂടാരത്തിന്റെ മാതൃക കിട്ടിയത്. താഴ്വരയിൽ മാതൃകകൾ നൽകപ്പെടുന്നില്ല. ദൈവാലയ നിർമ്മാണത്തിന് ദാവീദിന് ദർശനം കൊടുക്കുകയാണ്. അപ്പൊ ദർശനത്തിലൂടെയാണ്. അപ്പൊ സമാഗമന കൂടാരത്തിനുള്ള ദർശനം പ്രാർത്ഥനയുടെ ഈ പർവ്വതത്തിന്റെ മുകളിൽ മൂശ നബിക്ക് കിട്ടിയതുപോലെ പ്രാർത്ഥനയുടെ പർവ്വത മുകളിൽ ഇരുന്ന സുറിയാനി പിതാക്കന്മാർക്ക് ദർശനത്തിലൂടെ കിട്ടിയ മാതൃക പ്രകാരമാണ് സഭയുടെ ആരാധനയിൽ ഈ മദ്ബഹായിലുള്ള ഈ ക്രമീകരണങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പള്ളി ഉപകരണങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളത്. ഇത് സ്വർഗീയമായതിന്റെ നിഴലാണ്. അപ്പൊ സ്വർഗീയമായതിന്റെ നിഴലായിട്ട് ഈ സമാഗമന കൂടാരം പണിയുമ്പോൾ 2 വ്യക്തികൾക്ക് പരിശുദ്ധ റൂഹ പ്രത്യേക ജ്ഞാനം കൊടുക്കുകയാണ്. ശില്പവിദ്യകളും കരകൗശല വിദ്യകളും എല്ലാം ചെയ്യുവാൻ, അടിപ്പ് പണിയായി ഇതുണ്ടാക്കാൻ. ഇതൊന്നും സാധാരണ മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായ ജ്ഞാനം കൊടുക്കുക. എന്തിനാണ്? ഇമിറ്റേഷൻ ഉണ്ടാകാതെ. വെറും ഒരു കൊല്ലനെയും ഒക്കെ വിളിച്ച് ഇത് ഉണ്ടാക്കി, അങ്ങനെയാണെങ്കിൽ ഇമിറ്റേഷൻ ഉണ്ടാകും. ആ ഇമിറ്റേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ആണ് ഈ ജ്ഞാനമുള്ള ഒഹലിയാബും ബെസലേലും പ്രത്യേക ജ്ഞാനത്തിൽ നിറഞ്ഞിട്ട് അവര് ഈ സമാഗമന കൂടാരത്തിൽ നിന്നുണ്ടായി. അങ്ങനെ ഈ 3 തിരശീലയാണ് യെരുശലേം ദൈവാലയത്തിന് കിടക്കുന്നത്. അതിന്റെ മെയിൻ മുമ്പിലുള്ള തിരശീലയ്ക്ക് പുറകിൽ ഈ നിയമപ്പെട്ടകത്തോട് ചേർന്ന് തിരശീലയുണ്ട്. അപ്പൊ ഈ തിരശീലകൾ പ്രത്യേകമായ നിർമ്മാണ വൈദഗ്ധ്യത്തോടു കൂടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് ബെസലേലിനെയും ഒഹലിയാബിനെയും പ്രത്യേക ജ്ഞാനത്താൽ നിറച്ചിട്ട് ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവ സൃഷ്ടിച്ചതാണ്. അവയിൽ പ്രത്യേകമായ തുന്നൽ വിദ്യകൾ ഉണ്ടായിരുന്നു. അതിൽ കെരൂബുകൾ തുന്നിച്ചേർക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു തിരശീലയായിരുന്നു സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ശലോമോൻ ദൈവാലയം പണിയുമ്പോഴേക്കും ഈ തിരശീല ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ തിരശീല പിന്നെ എന്ത് ചെയ്യുന്നേ? അവിടെയാണ് സ്ലേമോന്റെ റൂമാൽ, അതാണ് ശലോമോന്റെ റൂമാൽ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനത്തിൽ ദിവ്യദൃഷ്ടിയിൽ ആദിയിലുണ്ടായിരുന്ന തിരശീല എങ്ങനെയാണെന്ന് ദർശനത്തിൽ കിട്ടിയിട്ട് ആ ശലോമോൻ ആ തിരശീല ഉണ്ടാക്കി ആ നിയമപ്പെട്ടത്തോട് ചേർത്ത് വെക്കുകയാണ്. ആ സ്ലേമോന്റെ റൂമാൽ അന്ന് കേൾവിക്കെട്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സ്ലേമോന്റെ റൂമാൽ പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത്. മറ്റൊരു സാദൃശ്യം പരിശുദ്ധ അമ്മയുടെയും ദൈവാലയത്തിൽ തുന്നൽ ജോലിയായിരുന്നു. തുന്നൽ ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത്. കുപ്പായങ്ങൾ തുന്നുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന് ഒരു കുപ്പായം തുന്നി കൊടുത്തിരുന്നു. അത് വിശേഷപ്പെട്ട കുപ്പായമായിരുന്നു. മേൽ തൊട്ട് അടിവരെ ഒറ്റ തുന്നലായിരുന്നു. പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുമ്പോൾ പറയും, അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, അവരുടെ വസ്ത്രം പകുത്തെടുത്തു, അങ്കിക്കായി ചീട്ടിട്ടു. എന്നാൽ ആ കൊശവന്മാര് മനസ്സിലാക്കുന്നില്ല, ആ അങ്കി പരിശുദ്ധ അമ്മ കൈകളാൽ തുന്നിയതാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, തന്റെ ഓമനപുത്രനെ തന്റെ കൈകളാൽ തുന്നി സമ്മാനമായി കൊടുത്ത ആ അങ്കി, അതിനുവേണ്ടി പട്ടാളക്കാർ നറുക്കിടുമ്പോൾ അത് നോക്കി ആ കുരിശിന്റെ ചുവട്ടിൽ നിസ്സഹായായി നിൽക്കേണ്ടി വരുന്ന മാതാവ്. ശിമയോൻ പ്രവചിക്കുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. തൻ്റെ മകന് താൻ അങ്ങനെ ഒരു
വസ്ത്രം തുന്നിക്കൊടുത്തു. പകരം ആ മകൻ അമ്മയ്ക്ക് എന്തു കൊടുക്കും? ആ മകൻ അമ്മയ്ക്ക് എന്തു കൊടുക്കുമെന്ന് പ്രവചനാത്മാവിൽ ദാവീദ് കണ്ടിട്ട് പറയുക. എന്താണെന്നറിയോ? 45 സങ്കീർത്തനം 14 വാക്യത്തിൽ അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. മേൽതൊട്ടടി വരെ തുന്നിച്ചേർക്കലില്ലാതെ ഒറ്റത്തുന്നലിൽ കുപ്പായമുണ്ടാക്കി തന്റെ പുത്രന് കൊടുത്ത ആ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രവചനാത്മാവിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന തോഴിമാർ അവളോട് ചേർന്ന് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലും എന്ന് ദാവീദ് പ്രവചനാത്മാവിൽ പറയുകയാണ്. നിങ്ങൾ വായിച്ചു നോക്ക്, ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് നിന്നാൽ സ്തുതിയോട് രാജമകൾ എന്ന പാട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ അമ്മ സാക്ഷാൽ നിയമപ്പെട്ടകമാണ്. ആ നിയമപ്പെട്ടകത്തിന് മുകളിലാണ് ആ മഞ്ഞ് നിൽക്കുന്നത്. ആ നിയമപ്പെട്ടകത്തിന് മുകളിലാണ്. ഞാൻ ഈ ഒരു പാട്ടുണ്ട് നമ്മുടെ, നോക്കട്ടെ അത് വെക്കാൻ പറ്റും, ശബ്ദം കിട്ടുന്നില്ല. നമ്മുടെ ശീമ നമസ്കാരത്തിലെ ഒരു പാട്ടാണ്. അടുത്ത് നാളത്തെ ലൈവിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അപ്പൊ അതിനകത്ത് ആ മുകില് മോശയുടെ കാലത്ത് ആ മേഘം വന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്നെന്ന് പാടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. വെളിപ്പാടിന്റെ പുസ്തകം 11 അധ്യായത്തില് ഈ അധ്യായങ്ങൾ തിരിച്ചത് അതിനകത്ത് വലിയൊരു ചതിയുണ്ട് കേട്ടോ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അധ്യായങ്ങളിൽ നിങ്ങൾ ഇടറിപ്പോകരുത്, അധ്യായങ്ങളിൽ സ്റ്റക്കാകരുത്. 4 അധ്യായം, അത് 5 അധ്യായത്തിലാണോ? അത് മനുഷ്യന്റെ കൈകടത്തിലാണ്. അത് വളരെ കാലം മധ്യകാലഘട്ടത്തിലാണ് അധ്യായം വന്നത്. അതുകൊണ്ട് അധ്യായമില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ബൈബിൾ വായിക്കാൻ. ഇനി നിങ്ങൾ നോക്ക്, വെളിപ്പാടിന്റെ പുസ്തകം 12 അധ്യായം 1 വാക്യം നിങ്ങളൊന്ന് വായിച്ച്. വെളിപ്പാടിന്റെ പുസ്തകം 12:1 അവിടെ പറയാം, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. വെരി ഗുഡ്. 12 അധ്യായം തുടങ്ങുകയാണ്. പക്ഷേ ചതി നിങ്ങൾ നോക്കണം. 11 അധ്യായം നിങ്ങൾ നോക്ക്. 11 അധ്യായം 19 വാക്യം, ലാസ്റ്റ് വാക്യം, തൊട്ടു മുകളിലത്തെ വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. നോക്ക്, അധ്യായം മുറിച്ചതിന്റെ ചതി കണ്ടോ? ആ അധ്യായം 12 അധ്യായം സത്യത്തിൽ തുടങ്ങേണ്ടത് ഈ വാക്യം വെച്ച് വേണം. ഇപ്പൊ ഞാനാണ് ബൈബിളിൽ അധ്യായം തിരിക്കുന്നതെങ്കിൽ എനിക്ക് തിരിക്കാൻ ഒരാഴ്ചയൊന്നുമില്ല. നമ്മൾ ഒരു ബൈബിൾ ഇറക്കണം, നമുക്ക് തിരിക്കാം. അപ്പൊ ഈ 12 അധ്യായം എന്ത് ചെയ്യും? ഇവിടെ തുടങ്ങണം. നിങ്ങൾ ബൈബിൾ ഉള്ളവർ തുറന്നിട്ട് നോക്ക്. ആ 12 എന്നുള്ളത് നേരെ മുകളിലാക്കി വെച്ചേ, എന്നിട്ട് ഒരുമിച്ച് വായിച്ചേ. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടും. ഈ 85% ആളുകൾ ഈ വാക്യം മിസ്സാവും. അതിനാണ് ഈ അധ്യായം തിരിച്ചു വെക്കുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി. അവന്റെ നിയമപ്പെട്ടകം ആലയത്തിൽ പ്രത്യക്ഷമായി എന്ന് പറയാണ്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ആ സ്ത്രീയാണ് അവന്റെ നിയമപ്പെട്ടകം. അപ്പൊ സാക്ഷാൽ നിയമപ്പെട്ടകമാണ് പരിശുദ്ധ അമ്മ. സ്വർഗത്തിൽ പ്രത്യക്ഷമാകുകയാണ് നിയമപ്പെട്ടകം. അവളിപ്പോൾ എവിടെയാണ്? ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നിന്നാൾ സ്തുതിയോട് രാജമകൾ, നിൻ വലഭാഗേ രാജഭാമിനിയും. സ്വർഗത്തിൽ അവരുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു.
സകല ജാതികളെയും നയിക്കുവാനുള്ള, മേയ്ക്കുവാനുള്ള, ഭരിക്കുവാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ച ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ. അത് പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയം സ്വർഗത്തിലെ ആലയത്തിന്റെ നിയമപ്പെട്ടകമാണ്. തിരുവെഴുത്ത് വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. എത്ര ഭാഗ്യമുള്ള ഒരു പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ഈ പരിശുദ്ധ അമ്മയുടെ ശൂനോയോ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മളായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശൂനോയോ പെരുന്നാളിനോട് അനുബന്ധിച്ചായിരിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നമുക്ക് ഈ സമയത്ത് ആ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയ്ക്ക് സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നുള്ള ആ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണം നമ്മൾക്കും ആ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്താം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഈ പെരുന്നാളിന്റെ, നാളെ പരിശുദ്ധ മാതാവിന്റെ ശൂനോയോ പെരുന്നാളാണ്. ഈ പെരുന്നാളിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്കും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്താം. ഭാഗ്യവതിയായ മാതാവേ, നിനക്ക് ഭാഗ്യം. എല്ലാ ധന്യരെക്കാളും നീ ഭാഗ്യവതിയാകുന്നു. കാണാവതല്ലാത്ത തന്റെ ആംഗ്യത്താൽ സർവ്വലോകത്തെയും വഹിച്ചിരിക്കുന്ന ലോകങ്ങളുടെ പരാക്രമശാലിയെ വഹിക്കുകയും ഓമനിച്ച് ചുംബിക്കുകയും ചെയ്ത മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. ഗോകുൽത്ത മലമുകളിൽ ഉദയം ചെയ്യുകയും പിശാചിനെ ബന്ധിക്കുകയും ലോകത്തെ സമാധാനപ്പെടുത്തുകയും ചെയ്ത രക്ഷകൻ നിന്നിൽ നിന്ന് ജാതനാകിയാൽ അമ്മേ, നീ ഭാഗ്യവതിയാകുന്നു. ശ്രോപ്പന്മാർ ആരുടെ മുമ്പിൽ മുഖം മൂടുന്നു, ആയവനെ വാരിയെടുത്ത് ഉമ്മ വെച്ച മാതാവേ, നീ മഹാഭാഗ്യവതിയാകുന്നു. ലോകം ആരിൽ നിന്ന് ജീവനും പ്രകാശവും പാനം ചെയ്യുന്നുവോ അവനെ ഒരു ശിശുവിനെ എന്ന പോലെ കൈകളിലെടുത്ത് താലോലിച്ച് മുലപ്പാൽ നൽകിയ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ ഓർമ്മ നാനാഭാഗങ്ങളിലും മുഴങ്ങുകയും ഈറയന്മാരും മലാഖമാരും നിന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നതിനാൽ അമ്മേ മാതാവേ, നീ മഹാഭാഗ്യവതിയാകുന്നു. തന്റെ മാതാവിന്റെ ഓർമ്മയെ ശ്രേഷ്ഠപ്പെടുത്തിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സ്ത്രീകളുടെ അധപ്പതനത്തെ നീക്കിക്കളഞ്ഞ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. തന്റെ രാജ്യത്തിന് ഒരിക്കലും നാശം വരാത്ത രാജാതിരാജൻ വസിച്ച രഹസ്യങ്ങൾ നിറഞ്ഞ ആലയമായ കൊട്ടാരമേ, നീ മഹാഭാഗ്യവതിയാകുന്നു. തന്റെ ജ്വാലയാൽ ശക്തിയെ സംക്ഷേപിക്കുവാൻ ആകാശത്തിന് പോലും പ്രാപ്തിയില്ലാതിരിക്കുന്നവന് മാതാവായ അമ്മയെ നീ ഭാഗ്യവതിയാകുന്നു. സർവസൃഷ്ടിയെയും തന്റെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുന്നവനെ കൈകളിൽ വഹിച്ച മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. തന്റെ ആംഗ്യത്താൽ സർവ ഉറവകളെയും പ്രവഹിപ്പിക്കുന്നവന് മുല കൊടുത്തു വളർത്തിയ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. ജീവന്റെ ഉറവും രക്ഷയുടെ പ്രവാഹവും വാഴ്ത്തപ്പെട്ട വയലും സ്വർഗത്തിലേക്ക് കരയേറുന്ന ഗോവണിയുമായ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരുടെ നാഥൻ ഇറങ്ങി വസിച്ച ജഡീക രഥമേ, നീ മഹാഭാഗ്യവതിയാകുന്നു. മഹോന്നതൻ ഏതൊന്നിൽ കാണപ്പെട്ടുവോ അപ്രകാരം കാണപ്പെട്ട മുൾപ്പടർപ്പേ, നീ ഭാഗ്യവതിയാകുന്നു. കൃപ നിറഞ്ഞ മാതാവേ, നിന്നിൽ നിന്ന് ജാതനായ പുത്രന് വേണ്ടി പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ കന്യക മറിയത്തിന്റെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസവും നിങ്ങൾക്ക് ജീവിതരാശിയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന
നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയാവൂ ഹാലേലൂയാ നിൻ വലമായി രാജപാമിനിയും ശുഭഹോലാമോലബറോവൽ ഓഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ